നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് പോകുന്നു, പക്ഷെ ഏത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ബെറ്റർ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലേ? റൈറ്റ് നൗ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ 3 ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ 3 ഹെൽത്ത് ഇൻഷുറൻസ് ഫ്ലാഗ്ഷിപ്പ് പ്ലാൻസ്, HDFC ERGOയുടെ ഒപ്റ്റിമ സിക്യൂർ, 2 ICICI ലൊംബാർഡിന്റെ എലിവി, 3 ടാറ്റ ഏജിയുടെ മെഡിക്കെയർ സെലക്ട്. ഈ 3 പ്ലാനുകളുടെയും കമ്പാരിസൺ അടുത്ത 10 മിനിറ്റിൽ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇവിടെയുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഏത് പ്ലാൻ നിങ്ങൾക്ക് സ്യൂട്ട് ആകുമെന്ന് നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആകും. നോ കൺഫ്യൂഷൻ, നോ സെയിൽസ് പിച്ച്. പ്രിപ്പയർഡ് ആയിട്ടിരിക്കും, ഒരു കൂൾ മൈൻഡ് സെറ്റോടുകൂടി വാച്ച് ചെയ്യൂ. ലെറ്റ്സ് ഗോ. നമസ്കാരം, ട്രസ്റ്റ് ടോക്ക് വിത്ത് സനോജിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് സനോജ് ലാൽ, എ ട്രസ്റ്റഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. കഴിഞ്ഞ 20 വർഷമായി ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ഇൻഫോർമേറ്റീവ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ പ്ലസ് ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിൽ ഒന്നാണ്. അൺലിമിറ്റഡ് ഫീച്ചറുകളാണ് ഈ ഒരു പ്ലാനുകളിൽ ഉള്ളത്. അതുപോലെ തന്നെ പ്രീമിയവും കമ്പാരിറ്റീവ്ലി അല്പം കൂടുതലാണ്. രണ്ടാമത് ICICI ലൊംബാർഡിന്റെ എലിവി അൺലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി ആഡ് ഓൺ റൈഡറുകൾ നൽകുന്ന ഒരു പ്ലാനാണ് ICICI ലൊംബാർഡിന്റെ ഏറ്റവും പുതിയ എലിവേറ്റ് എന്ന പ്ലാൻ. മൂന്നാമത്തെ ടാറ്റ ഏജിയുടെ മെഡിക്കെയർ സെലക്ട് നമുക്ക് വാല്യൂ ഫോർ മണി എന്നുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എന്ന് തന്നെ പറയാം. ബിക്കോസ് പ്രീമിയം ഈ 2 പ്ലാനുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ കുറവാണ്. ഈ 3 പ്ലാനുകളുടെയും ഫീച്ചേഴ്സ് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ 3 പ്ലാനുകളുടെയും 4 യുണീക് സെല്ലിംഗ് പോയിന്റ് USP നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് സ്ലൈഡിലേക്ക് പോകാം. HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ പ്ലസിന്റെ ഫസ്റ്റ് യുണീക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇവരുടെ 2x കവറേജ് ആണ്. മീൻസ് ഡേ 1 തൊട്ട് പോളിസി എടുത്ത ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് നിങ്ങൾ എടുക്കുന്ന ബേസ് സം ഇൻഷുർഡ് എത്രയാണോ അതിന്റെ 2x കവറേജ് നിങ്ങൾക്ക് ഈ പ്ലാനിൽ വിത്തൗട്ട് പേയിങ് എനി അഡീഷണൽ പ്രീമിയം നിങ്ങൾക്ക് കവറേജ് ആയിട്ട് ലഭിക്കുന്നു. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ബേസ് സം ഇൻഷുർഡ് എടുക്കുന്നെങ്കിൽ ഡേ 1 തൊട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കവറേജ് 20 lakhs-ന്റേതാണ്. ദിസ് ഈസ് കോൾഡ് 2x ബെനിഫിറ്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു USP ആണ് ഇൻഫിനിറ്റീവ് കെയർ ബെനിഫിറ്റ്. ദാറ്റ് മീൻസ് നിങ്ങൾ എടുക്കുന്ന സം ഇൻഷുർഡ് 100% എല്ലാ വർഷവും ഗ്യാരണ്ടീഡ് ക്യുമുലേറ്റീവ് ബോണസ് ആയിട്ട് നിങ്ങളുടെ പ്ലാനിൽ ആഡ് ഓൺ ചെയ്യപ്പെടുന്നു. ദാറ്റ് മീൻസ് 10 ലക്ഷം രൂപ എടുക്കുന്ന വ്യക്തിക്ക് നെക്സ്റ്റ് ഇയർ പോളിസി റിന്യൂ ചെയ്യാൻ നേരത്തെ അഡീഷണൽ 10 lakhs, അതിന്റെ സബ്സിക്വന്റ് ഇയറിലെ 10 lakhs, ഇങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ബോണസ് റിഗാർഡ്ലെസ് ഓഫ് യുവർ ക്ലെയിം നിങ്ങളുടെ പോളിസിയിൽ ആഡ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നു. ദിസ് ഈസ് കോൾഡ് ഇൻഫിനിറ്റി ബെനിഫിറ്റ്. മൂന്നാമത്തെ യുണീക് സെല്ലിംഗ് പോയിന്റ് ആണ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ. സോ ഒരു ക്ലെയിം വന്നു, നമ്മുടെ ബേസ് സം ഇൻഷുർഡ് പ്ലസ് ക്യുമുലേറ്റീവ് ബോണസ് പ്ലസ് 2x കവറേജ് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോകുന്ന ഒരവസ്ഥയിൽ സബ്സിക്വന്റ് അതേ വർഷം തന്നെ വേറൊരു ക്ലെയിമും കൂടി വന്നു എന്ന് വിചാരിക്കുക. ആ ക്ലെയിം വരുമ്പോൾ നമ്മുടെ ബേസ് സം ഇൻഷുർഡ് എത്രയാണോ 10 ലക്ഷം ആണെങ്കിൽ ആ 10 ലക്ഷം രൂപ ഒന്നും കൂടി ആ പ്ലാനിൽ റീസ്റ്റോർ ആകുന്ന ബെനിഫിറ്റ് ആണ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ഇത് അൺലിമിറ്റഡ് ആയിട്ട് ഈ പ്ലാനിൽ വർക്ക്ഔട്ട് ചെയ്യുന്നു. മൂന്നാമത്തേത് റിയൽ ഗെയിം ചേഞ്ചർ ആണ് ഈ ഒരു പ്ലാന്റെ NRI ഡിസ്കൗണ്ട് 40%. ഈ പോളിസി എടുക്കുന്ന എല്ലാ മെമ്പേഴ്സും NRI സ്റ്റാറ്റസ് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ പ്രീമിയത്തിൽ നിന്ന് 40% സ്ട്രെയിറ്റ് അവേ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ഇത് 1 വർഷം 2 വർഷം തുടങ്ങി 5 വർഷം വരെ ഒന്നിച്ചെടുക്കാനുള്ള സുവർണ അവസരം ഇപ്പോൾ പ്ലാനിൽ ലഭിക്കുന്നതാണ്. ദിസ് ഈസ് കോൾഡ് NRI ഡിസ്കൗണ്ട്. അടുത്തതായിട്ട് ICICI ലൊംബാർഡിന്റെ എലിവേറ്റ് എന്ന പ്ലാനിന്റെ ടോപ്പ് 4 USPs നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ ഇൻഫിനിറ്റീവ് കെയർ ബെനിഫിറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള സം ഇൻഷുർഡ് എടുക്കുന്നതിന് പകരം യു ക്യാൻ ഗോ ഫോർ ഇൻഫിനിറ്റി ലിമിറ്റ്. ദാറ്റ് മീൻസ് അൺലിമിറ്റഡ് സം ഇൻഷുർഡ്. സപ്പോസ് ഒരു പ്ലാനിൽ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ക്ലെയിം എമൗണ്ട് ആണെങ്കിൽ പോലും കസ്റ്റമറിന് ഈ ക്ലെയിം സെറ്റിൽ ചെയ്യപ്പെടുന്നു. ഇതാണ് ഇൻഫിനിറ്റീവ് കെയർ ബെനിഫിറ്റ്. രണ്ടാമത്തെ USP ആണ് പവർ ബൂസ്റ്റർ ബെനിഫിറ്റ്. നമ്മൾ ഇൻഫിനിറ്റി ബെനിഫിറ്റ് നമ്മൾ HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ പ്ലാനിൽ പറഞ്ഞതാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ എടുക്കുന്ന ബേസ് സം ഇൻഷുർഡ് എല്ലാ വർഷവും ഗ്യാരണ്ടീഡ് ആയിട്ട് ക്യുമുലേറ്റീവ് ബോണസ് പോലെ നിങ്ങളുടെ പ്ലാനിൽ ആഡ് ഓൺ ആവുന്നു. 10 ലക്ഷം രൂപയാണ് ബേസ് സം ഇൻഷുർഡ് എങ്കിൽ നെക്സ്റ്റ് ഇയറിൽ 10 ലക്ഷം രൂപ. ഇങ്ങനെ സബ്സിക്വന്റ് റിന്യൂവൽസിനെല്ലാം ഓരോ 10 ലക്ഷം രൂപ ഈ പ്ലാനിൽ ആഡ് ഓൺ ആയിരിക്കുന്നു.
ദിസ് ഈസ് ഇൻഡെഫിനിറ്റ്. ദാറ്റ് മീൻസ് ഇതിന് പരിധിയില്ല. 10 വർഷം കൊണ്ട് 10 കോടിയാകും. പിന്നെയും പ്ലാൻ റിന്യൂ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഉള്ള ക്യുമുലേറ്റീവ് ബോണസ് ഈ പ്ലാനിൽ ആഡ് ഓൺ ആകുന്നതാണ്. മൂന്നാമത്തെ എടുത്ത് പറയാനുള്ള USP ആണ് ക്രെഡിറ്റ് സ്കോർ ഡിസ്കൗണ്ട്. ഇത് ഇൻഡസ്ട്രി ഫസ്റ്റ് എന്ന് തന്നെ പറയാം. പ്രപ്പോസറിന്റെ സിബിൽ സ്കോർ ഹിസ്റ്ററി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് 15% വരെ ഡിസ്കൗണ്ട് പ്രീമിയത്തിൽ ഇത് ലഭിക്കുന്നതാണ്. മൂന്നാമത്തേതാണ് NRI ഡിസ്കൗണ്ട്. HDFC ഓഫർ ചെയ്യുന്നത് 40% ആണെങ്കിൽ ICC ഓഫർ ചെയ്യുന്നത് 25% NRI സ്റ്റാറ്റസ് ഉള്ളവർക്ക്. പക്ഷെ ഇവിടെ ഒരു സ്ലൈറ്റ് ഡീവിയേഷൻ ഉണ്ട്. HDFC എർഗോ പ്ലാനിലെ എല്ലാ മെമ്പേഴ്സും NRI സ്റ്റാറ്റസ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് ഡിസ്കൗണ്ടിന് എലിജിബിലിറ്റി വരുന്നത്. പക്ഷെ ICC ലൊംബാർഡ് എലിവേറ്റ് എന്ന പ്ലാനിൽ പ്രപ്പോസൽ മാത്രം NRI സ്റ്റാറ്റസ് ഹോൾഡ് ചെയ്താലും ഈ 25% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. മൂന്നാമതായിട്ട് ടാറ്റ ഐജിയുടെ മെഡിക്കൽ സെലക്ടിന്റെ 4 ഇമ്പോർട്ടന്റ് സവിശേഷതകൾ മനസ്സിലാക്കാം. ഇതിലെ ഫസ്റ്റ് വൺ ഇൻഫിനിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ എടുക്കുന്ന ബേസ് സം ഇൻഷുർഡ് കൂടാതെ ഒരു ഓപ്ഷൻ റൈഡർ ആയിട്ട് ഇൻഫിനിറ്റീവ് അഡ്വാൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പോളിസിയിൽ ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ട് നമ്മുടെ സം ഇൻഷുർഡിന്റെ പരിധിക്ക് അപ്പുറത്ത് ഒരു ക്ലെയിം വന്നാൽ പോലും അതിനുള്ള പരിരക്ഷ ഈ ഒരു റൈഡർ വഴി കസ്റ്റമറിന് ലഭിക്കുന്നു. ദിസ് ഈസ് കോൾഡ് ഇൻഫിനിറ്റീവ് അഡ്വാൻറ്റേജ്. രണ്ടാമത്തേത് സൂപ്പർ ചാർജസ് ബോണസ് ആണ്. സെയിം ലൈക്ക് പവർ ബൂസ്റ്റർ, ഇൻഫിനിറ്റി എല്ലാം നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ക്യുമുലേറ്റീവ് ബോണസ് ലഭിക്കുന്നത് നമ്മൾ മറ്റ് 2 പ്ലാനുകളിൽ കണ്ടതാണ്. ഇതേ ബെനിഫിറ്റ് ആണ് സൂപ്പർ ചാർജ് ബോണസിലൂടെ ഇവിടെയും ലഭിക്കുന്നത്. ഇത് 10 ലക്ഷം രൂപയാണെങ്കിൽ 5 ടൈംസ് ഓഫ് കവറേജ്. ദാറ്റ് മീൻസ് 10 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് he will get 50 lakhs കവറേജ്. 10 ലക്ഷത്തിന് താഴെയാണെങ്കിൽ 3x കവറേജ് ആണ് ഈ പ്ലാനിൽ ഗ്യാരണ്ടീഡ് ക്യുമുലേറ്റീവ് ബോണസ് ആയിട്ട് കൊടുക്കുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലെയിം. ദിസ് ഈസ് കോൾഡ് സൂപ്പർ ചാർജ് ബോണസ്. മൂന്നാമത് നോ എൻട്രി ഏജ് ലിമിറ്റ് ഫോർ കിഡ്സ്. ഇവിടെ സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഈ മറ്റ് 2 പ്ലാനുകളിലും കിഡ്സിനെ ആഡ് ഓൺ ചെയ്യാനായിട്ട് 90 ഡേയ്സ് തൊട്ടാണ് നമുക്ക് സാധിക്കുന്നതെങ്കിൽ ഇവിടെ 0 ഡേയ്സ് ജനിച്ച ദിവസം തൊട്ട് നമുക്ക് കിഡ്സിനെ ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് USP. ദ ലാസ്റ്റ് പോയിന്റ്, ലാസ്റ്റ് USP എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഡിസ്കൗണ്ട് ആണ്. ഈ പ്ലാൻ എടുക്കുന്ന പോളിസി അല്ലെങ്കിൽ പ്രൊപ്പോസർ ഒരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ ഹി ഈസ് ഗോയിങ് ടു ഗെറ്റ് 7.5% ഡിസ്കൗണ്ട് ഫ്രം ദ നോർമൽ പ്രീമിയം. സോ ഈ 3 പ്ലാനുകളുടെയും 4 ഇമ്പോർട്ടന്റ് സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ പ്ലാനിൽ വരുന്ന അടിസ്ഥാന സവിശേഷതകൾ എന്താണ്, അടിസ്ഥാന ഇൻബിൽറ്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് ക്വിക്ക് ആയിട്ട് മനസ്സിലാക്കാം. സോ ഇൻബിൽറ്റ് ഫീച്ചേഴ്സിലെ ഫസ്റ്റ് പോയിന്റ് റൂം റെന്റ് ആണ്. HDFC എർഗോ ഓഫർ ചെയ്യുന്നത് ആക്ച്വൽസ് ആണ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ക്യാപ്റ്റിംഗ്. നിങ്ങൾക്ക് ഏത് റൂം വേണമെങ്കിലും ഈ പ്ലാനിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ. ICC ലൊംബാർഡിന്റെ എലിവേറ്റിലും ടാറ്റ ഏജിന്റെ മെഡിക്കൽ സെലക്ടിലും ഇൻബിൽറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ്. നെക്സ്റ്റ് വൺ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. HDFC എർഗോന്റെ 60 and 180 ഡേയ്സും ലൊംബാർഡിന്റെ 90 and 180 ഡേയ്സും മെഡിക്കൽ സെലക്ടില് 90 and 90 ഡേയ്സുമാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. പിന്നെ മെയിൻ ആയിട്ട് കാണുന്ന കോമൺ ഫീച്ചേഴ്സ് ആയുഷ്, ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എക്സ്പെൻസുകൾ, ഡോണർ എക്സ്പെൻസുകൾ, ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ, ഡേ കെയർ, ഒരു നമുക്ക് രാവിലെ അഡ്മിറ്റ് ചെയ്തു വൈകുന്നേരം ഡിസ്ചാർജ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്. നെക്സ്റ്റ് മോഡേൺ ട്രീറ്റ്മെന്റ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടിക് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റുകൾ. ഈ പ്ലാനിൽ അൺലിമിറ്റഡ് നിങ്ങൾ എടുക്കുന്ന സം ഇൻഷുർഡ് എത്രയാണോ അതുവരെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ദർ ഇസ് നോ സബ് ലിമിറ്റ്. അടുത്തത് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ആണ്. റീസ്റ്റോറേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത് 3 പ്ലാനുകളും അൺലിമിറ്റഡ് ആയിട്ടാണ് കസ്റ്റമറിന് ലഭിക്കുന്നത്. നെക്സ്റ്റ് ആംബുലൻസ് കവറേജ്. യെസ്, ആംബുലൻസ് എക്സ്പെൻസസ് കവേർഡ് അണ്ടർ ദിസ് 3 പ്ലാൻസ്. നെക്സ്റ്റ് നോ ക്ലെയിം ബോണസ്. ഇത് നോ ക്ലെയിം ബോണസ് പ്ലാൻ ഇൻബിൽറ്റ് ആയിട്ടുള്ള നോ ക്ലെയിം ബോണസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് ഒപ്റ്റിമ സെക്യൂറിൽ 50% ആണ് ഫസ്റ്റ് ഇയർ, നെക്സ്റ്റ് ഇയർ 50%, അപ് ടു 100% ക്യാപ്. ICCയുടെ എലിവേറ്റിൽ എല്ലാ വർഷവും നിങ്ങൾക്ക് ക്യുമുലേറ്റീവ് ബോണസ് ആയിട്ട് കിട്ടുന്ന 20% ആണ്. മാക്സിമം ക്യാപ് ടു 100%. മെഡിക്കൽ സെലക്ടിൽ സെയിം തന്നെയാണ്, 50%, നെക്സ്റ്റ് ഇയറിലെ 50%, മാക്സിമം ക്യാപ് ടു 100%. സോ ഇതാണ് ഈ പ്ലാനുകളിൽ എടുത്ത് പറയേണ്ട കോമൺ ഇൻബിൽറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഈ പ്ലാനിൽ ഓപ്ഷണൽ റൈഡേഴ്സിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് മീൻസ് വളരെ അധികം ഓപ്ഷണൽ റൈഡേഴ്സുകൾ ഉള്ള പ്ലാനുകളാണ് ഇത് 3 എങ്കിലും ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷണൽ റൈഡേഴ്സുകൾ മാത്രമാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് യു നീഡ് ടു പേ അഡീഷണൽ പ്രീമിയം ഫോർ
getting these additional optional riders. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ക്വിക്ക് ആയിട്ട് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ഓപ്ഷണൽ റൈഡർ നമുക്ക് എടുത്ത് പറയാനുള്ളത് കൺസ്യൂമബിൾസ് അഥവാ നോൺ മെഡിക്കൽ എക്സ്പെൻസ് ആണ്. ഒപ്റ്റിമ സെക്യൂർ പ്ലസിൽ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നതെങ്കിൽ മറ്റ് രണ്ട് പ്ലാനുകളിലും ഇത് ആഡ് ഓൺ റൈഡർ ആയിട്ടാണ് വരുന്നത്. യൂണിറ്റ് ടു പേ അഡീഷണൽ പ്രീമിയം ഫോർ ഗെറ്റിംഗ് ഓപ്ഷൻ ഫോർ നോൺ മെഡിക്കൽ എക്സ്പെൻസ്. രണ്ടാമത്തത് PED അസുഖങ്ങൾക്കുള്ള വെയിറ്റിംഗ് പീരീഡ് റിഡക്ഷൻ ആണ്. സാധാരണ നമുക്കറിയാം ഒരു പോളിസിയിൽ എൻറോൾ ചെയ്യുമ്പോൾ നിലവിലുള്ള അസുഖങ്ങൾക്ക് 36 മാസം വെയിറ്റിംഗ് പീരീഡ്സ് ഉണ്ട്. ഇത് നമുക്ക് 30 ഡേയ്സ് ആയിട്ടും 90 ഡേയ്സ് ആയിട്ടും ഈ പ്ലാനുകൾ കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഈ 3 പ്ലാനുകളിലും അവൈലബിൾ ആണ്. ഇത് ഓപ്ഷൻ റൈഡർ ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു ഓപ്ഷൻ റൈഡർ ആണ് ഇൻഫിനിറ്റി കവറേജ്. ദാറ്റ് മീൻസ് നമ്മൾ ഒരു ബേസ് സമ്മൻഷൻ എടുക്കുന്നു. ഈ ബേസ് സമ്മൻഷന്റെ പരിധിക്ക് അപ്പുറത്ത് ഹോസ്പിറ്റലിൽ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെ വിചാരിക്കുന്ന കസ്റ്റമർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഇൻഫിനിറ്റി കെയർ മീൻസ്. ദാറ്റ് മീൻസ് നമ്മുടെ ബേസ് സമ്മൻഷന്റെ അപ്പുറത്ത് ഒരു ക്ലെയിം വന്നാൽ പോലും അറ്റ് എ ടൈം ഒരു പ്രാവശ്യം എൻ്റെ പോളിസി ടൈമിൽ അതിനുള്ള കവറേജ് ഇൻഷുറൻസ് കമ്പനി ഈ ആഡ് ഓൺ ഓപ്ഷൻ റൈഡർ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഓപ്ഷൻസ് HDFC ഒപ്റ്റിമ സെക്യൂർ പ്ലസിൽ അവൈലബിൾ അല്ല. ബിക്കോസ് നമുക്ക് അല്ലാതെ തന്നെ ഈ പ്ലാനിൽ ഇൻബിൽറ്റ് ആയിട്ട് എല്ലാ വർഷവും 100% നമുക്ക് ക്യൂമുലേറ്റീവ് ബോണസ് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ആ ഓപ്ഷൻ അവൈലബിൾ അല്ല. മറ്റ് രണ്ട് പ്ലാനുകളിലും അതായത് എലിവേറ്റിലും മെഡിക്കൽ സെലക്റ്റിലും ഈ ഇൻഫിനിറ്റി കെയറിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ എടുത്തു പറയേണ്ടത് ലോയൽറ്റി ബോണസ് ആണ്. നമ്മൾക്ക് ബേസിക് ആയിട്ട് പറയാൻ എല്ലാവർക്കും മനസ്സിലായിട്ട് പറയാനാണെങ്കിൽ നമുക്ക് ക്യൂമുലേറ്റീവ് ബോണസ് എന്ന് പറയാം. യെസ്, ഇൻഫിനിറ്റീവ് ബെനിഫിറ്റ് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് HDFCയുടെ ഒപ്റ്റിമ സെക്യൂർ പ്ലാനിൽ വരുന്നുണ്ട്. ഈ ഒരു ഓപ്ഷണൽ റൈഡർ ആയിട്ട് നമുക്ക് ICICI ലൊംബാർഡിൽ പവർ ബൂസ്റ്റർ എടുക്കാം. സൂപ്പർ ചാർജ് വഴിയും നമുക്ക് ഈ ക്യൂമുലേറ്റീവ് ബോണസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ആണ്. ഫ്രീ ആയിട്ട് നമ്മുടെ എല്ലാ വർഷവും നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ലാബിൽ പോയിട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതൊരു ആഡ് ഓൺ റൈഡർ വഴി അഡീഷണൽ പ്രീമിയം നമ്മൾ പേ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഒരു ഓപ്ഷണൽ റൈഡർ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ. അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ മീൻസ് മിനിമം എമൗണ്ട് ദ ഇൻഷുർഡ് നീഡ് ടു പേ ടു ദ ഹോസ്പിറ്റൽ ബിഫോർ ദ കവറേജ് സ്റ്റാർട്ട്. അതായത് കവറേജ് തുടങ്ങുന്നതിന് മുമ്പ് മിനിമം നമുക്കൊരു 3 ലക്ഷം രൂപയുടെ ത്രഷോൾഡ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ ത്രഷോൾഡ് വെക്കണമെങ്കിൽ വെക്കാം. ബട്ട് ആ 3 ലക്ഷം രൂപയുടെ ത്രഷോൾഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിമിനുള്ള കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ ത്രഷോൾഡ് വെക്കുമ്പോൾ ഇൻഷുർഡ് പേഴ്സണ് പ്രീമിയത്തിൽ 30% തൊട്ട് 40% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ദിസ് ഈസ് കോൾഡ് അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ. ഈ ഓപ്ഷൻസ് നമുക്ക് ഒപ്റ്റിമ സെക്യൂർ പ്ലസിൽ അവൈലബിൾ ആണ് ആൻഡ് മെഡിക്കെയർ സെലക്റ്റിലും അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ വിത്ത് ICICI ലൊംബാർഡ്. എലിവേറ്റിൽ ഈ അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല. അടുത്തതായിട്ട് എടുത്ത് പറയാനുള്ളത് ഡെയിലി ക്യാഷ് ആണ്. യെസ്, നമുക്ക് ഓരോ പ്ലാനിലും പറയുന്നുണ്ട് 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം നമുക്ക് കണ്ടിന്യൂസ്ലി ഹോസ്പിറ്റലൈസേഷന് ശേഷം നമുക്കൊരു ഫിക്സഡ് എക്സ്പെൻസ് ആയിട്ട് നമുക്കൊരു എമൗണ്ട് ഈ ഒരു ഡെയിലി ക്യാഷ് ബെനിഫിറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് മെറ്റേണിറ്റി എക്സ്പെൻസ്. നമുക്കറിയാം മെറ്റേണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾക്ക് ഈ 3 പ്ലാനുകളിലും ഓപ്ഷണൽ റൈഡർ ആയിട്ട് നമുക്ക് ഈ ഒരു ഫെസിലിറ്റി ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാത്തിലും പ്രീമിയം മെറ്റേണിറ്റി ഓപ്ഷനിൽ പ്രീമിയം വളരെയധികം കൂടുതലാണ്. സോ ഇത്രയുമാണ് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ള ഓപ്ഷണൽ റൈഡേഴ്സ് ഈ പ്ലാനിൽ അവൈലബിൾ ആയിട്ട്. ഇനിയും ധാരാളം ഓപ്ഷണൽ റൈഡേഴ്സ് ഈ പ്ലാനിൽ വരുന്നുണ്ട്. എല്ലാം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള സമയം നമുക്കില്ല, സമയപരിധി മൂലം അത് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. സോ ഈ 3 പ്ലാനുകളുടെയും മെയിൻ ആയിട്ടുള്ള ടോപ്പ് 4 USB ഇൻബിൽറ്റ് ഫീച്ചേഴ്സ് ഓപ്ഷൻ റൈഡേഴ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ്സ് എല്ലാ പ്ലാനിലും കോമൺ ആണ്. സാധാരണ പോലെ തന്നെ ഇനിഷ്യൽ 30 days വെയിറ്റിംഗ് പീരീഡ്, 36 ഫോർ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, സ്പെസിഫൈഡ് ഇൽനസിന് 2 years ആൻഡ് മെറ്റേണിറ്റി ഓൾസോ 2 years ആണ് വെയിറ്റിംഗ് പീരീഡ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ABCD അസുഖങ്ങളാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ആയിട്ട് ഉള്ളതെങ്കിൽ, ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ആൻഡ് ഡയബറ്റിക്സ് ആണ് ഉള്ളതെങ്കിൽ അതിന് നിലവിലുള്ള വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് 30 days ആയിട്ടും 90 days ആയിട്ടും കുറയ്ക്കാനുള്ള ഓപ്ഷൻ റൈഡർ ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ 3 പ്ലാനുകളുടെയും പ്രീമിയം കമ്പാരിസൺ നമുക്കൊന്ന് ക്വിക്ക് ആയിട്ട് മനസ്സിലാക്കാം. സോ നമ്മൾ ഒരു ഇലിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ 35, 30, 5 വയസ്സുള്ള ഒരു ഫാമിലിക്ക് 10 ലക്ഷം രൂപയുടെ കവറേജ് എടുക്കണമെങ്കിൽ ഈ 3 പ്ലാനുകൾ വരുന്ന പ്രീമിയം ആണ് ഇവിടെ ഇലിസ്ട്രേഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആഡ് ഓൺ റൈഡർ നമ്മൾ എടുത്തിട്ടുള്ളത് ആകെ കൺസ്യൂമബിൾസ് മാത്രമാണ്. എലിവേറ്റിലും മെഡിക്കെയർ സെലക്റ്റിലും
സോ ഇതിന്റെ പ്രീമിയം ഒപ്റ്റിമ സെക്യൂർ പ്ലസിൽ വരുന്ന 10 ലക്ഷത്തിനുള്ള പ്രീമിയം ഫോർ ദിസ് ഇല്ലസ്ട്രേഷൻ 18,968 rupees per year. Same category, same age category, same premium, same sum insured. Premium വരുന്നത് 13,421. And Medicare Select load വരാൻ നേരത്ത് the premium is among these two plans this is one of the lowest. 12,562 rupees ആണ് പ്രീമിയം ആയിട്ട് വരുന്നത്. സോ പ്രീമിയം കുറഞ്ഞത് കൊണ്ട് മാത്രം ഇത് നിങ്ങളുടെ ആവശ്യത്തിന് ഉപകാരപ്പെടും എന്നുള്ള ഒരു മിഥ്യാധാരണ വേണ്ട. when you select a health insurance plan, ആദ്യം നിങ്ങളുടെ ആവശ്യം നോക്കുക, അതിനനുസരിച്ചിട്ടുള്ള ഒരു റൈറ്റ് പ്ലാൻ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഫൈനലി ഇന്ത്യയിലെ ടോപ്പ് 3 പ്രൈവറ്റ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ, ഈ 3 ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെയും പറ്റിയിട്ടുള്ള ഒരു ക്വിക്ക് സമ്മറി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഒന്നും കൂടി ആവർത്തിക്കുന്നു, പ്രീമിയം കണ്ടിട്ട് മാത്രം നിങ്ങൾ പ്ലാൻ സെലക്ട് ചെയ്യാതിരിക്കുക. ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്, നിങ്ങൾക്ക് സ്യൂട്ട് ആകുന്ന പ്ലാൻ ഏതാണ്, നിങ്ങളുടെ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് എന്താണ്, ഇതെല്ലാം വിലയിരുത്തിയതിനു ശേഷം മാത്രം റൈറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ജേർണിയിൽ നിങ്ങൾക്കൊരു പ്ലാൻ സെലക്ട് ചെയ്യുന്നതിനും ഒരു വിദഗ്ധ ഉപദേശം നിങ്ങളുടെ ത്രൂ ഔട്ട് ദ ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ധൈര്യമായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് തന്നെ എന്നെ വിളിക്കാവുന്നതുമാണ്. എന്റെ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഫൈനലി ഒരു ക്യൂക്ക് റിമൈൻഡർ, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനോ പ്രോഡക്റ്റോ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടെസ്റ്റോക്ക് എന്ന ഈ ഇൻഫോർമേറ്റീവ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്. സനൂസ് ലാൽ.